ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ രാവിലെ തന്നെ നല്ലൊരു ജോലിയിലാട്ടോ. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ ചെയ്ത പണിയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുണ്ട്. സാധാരണ ഞാനിത് മുറ്റത്തേക്ക് പോയിട്ട് അവിടെ ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ നിന്നിട്ടാണ് ചെയ്യാറ്. പക്ഷേ മഴ കാരണം അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം ഇവിടെ തന്നെ നിന്നിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അരിപ്പൊടി തീർന്നിട്ടില്ല, തീരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് പുതിയത് പൊടിച്ച് വറുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചരി കഴുകി വാരി എടുക്കണതാണ്. ഞാൻ പൊടി സാധാരണ വാങ്ങാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ പൊടിച്ച് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പം രാവിലെ തന്നെ ഇതങ്ങോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുത്തുവിടാം. അപ്പോഴത്തേനും ഇതിൻ്റെ വെള്ളം എല്ലാം പോയിട്ട് കറക്റ്റ് പാകമായിട്ടുണ്ടാവും. വെള്ളത്തോടു കൂടി കൊണ്ടു ചെന്നാൽ അവർ സമ്മതിക്കില്ല, വറുത്ത് തരില്ല. നന്നായിട്ട് വെള്ളമൊക്കെ പോയി കഴിഞ്ഞാലാണ് സമ്മതിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ആദ്യം തന്നെ എല്ലാം പച്ചരി എല്ലാം കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തായി പോകും. ഇന്ന് വേറെയും പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നാളെ ചെയ്യേണ്ട കുറച്ച് ഹൽക്കുലത്ത് പരിപാടികളെ പറ്റി ആലോചിച്ച് കിടന്നതാണ്. അപ്പോൾ അതിലൊന്നായിരുന്നു ഈ പച്ചരി കഴുകി വയ്ക്കൽ. പിന്നെ അടുത്തതാണ് ഈ ഒരു ഏരിയ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് ഞാൻ ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് വെച്ചേക്കാണ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ചെയ്തിട്ടുള്ളൂ എന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് മോനൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ ഇവിടെ ക്ലീൻ ആക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൃത്തികേടും തോന്നില്ല കേട്ടോ. പക്ഷേ ഇത് അടുത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ടൈലയിലെല്ലാം നമ്മൾ ഈ മീനൊക്കെ പൊരിക്കുകയും അപ്പം ചൂടുകയും എണ്ണ തേറിക്കുകയും ഒക്കെ ചെയ്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പാണ്ട് പിടിച്ച അടയാളങ്ങളുണ്ട്. അത് അടുത്ത് നിന്ന് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കൈ അവിടെയൊക്കെ ചെല്ലണം. അപ്പോൾ അത് വെറുതെ തുണി വെച്ചിട്ട് നമ്മൾ തുടച്ചെടുത്താലും അത്ര അങ്ങോട്ട് പോവില്ല കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ സോപ്പും തുണിയും വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ ഒരു ഇച്ചിരും കൂടി ഒരു ഷിഫോണിൻ്റെ ടൈപ്പ് തുണിയാണിത്. അപ്പോൾ കുറച്ചൊരു ഇളകി പോകാൻ എളുപ്പമുണ്ട് ഷിഫോൺ ടൈപ്പ് ആകുമ്പോൾ. കുറച്ച് മൊര പോലെ ഉണ്ട് ആ തുണിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ സാധാരണ നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ലോഷൻ ഏതാണോ അതെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തേച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സംഭവം തേച്ചിട്ട് നമുക്കത് രണ്ടും കൊണ്ടുപോയി പൈപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് കഴുകിയെടുക്കാം. ബാക്കി ഈ സോപ്പ് തേച്ച് വെച്ചിട്ടുള്ള ഗ്യാസിൻ്റെത് നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു തുണി ഇതുപോലെ എടുത്തിട്ട് വെള്ളം നനച്ചിട്ട് വെറും വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ആ പത ഇങ്ങോട്ട് തുടച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു 2-3 പ്രാവശ്യം കാണിക്കുമ്പോൾ തന്നെ ആ പതയെല്ലാം പോയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് വെള്ളം ഒഴിച്ചൊന്നും കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഈ ചുമരുകളും ഇങ്ങനെ തന്നെയാട്ടോ ഞാൻ ചെയ്യാൻ പോണത്. നന്നായിട്ട് തന്നെ സോപ്പിട്ട് തേച്ച് കഴുകി ചെളിയെല്ലാം ഇറക്കിയിട്ട് ഇതേപോലെ വേറൊരു വലിയ തുണി കൊണ്ടുവന്നിട്ട് തുടച്ചെടുക്കും. വെള്ളത്തിൽ നനച്ച് 2-3 പ്രാവശ്യം തുടച്ചെടുക്കുമ്പോഴും അവിടെ വെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ അടുപ്പിനകത്തൊക്കെ പോയിട്ടിരിക്കും. പിന്നെ ഈ ബർണറിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ, അവിടെ ഞാൻ ഇതുപോലെ ബ്രഷ് വെച്ചിട്ടാട്ടോ ഒന്ന് ഉരസി കൊടുത്തത്. അപ്പോൾ അത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോയി കിട്ടും. അങ്ങനെ അടുപ്പെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ അടുപ്പിനെടുത്തിട്ട് അപ്പുറത്ത് വേറൊരു തിണ്ണയുണ്ട്, അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സിലിണ്ടർ വെറുതെ പുറത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ആ ഓസിന് നല്ല നീളമുള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഇപ്പുറത്തെ തിണ്ണയിലേക്ക് ഞാനത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ചുമരെല്ലാം കഴുകി ക്ലീൻ ആക്കിയിട്ട് വീണ്ടും തിരിച്ച് അവിടെ തന്നെ വയ്ക്കും. അപ്പോൾ ഇത് നമ്മുടെ വിറകടുപ്പ് കത്തിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ അധികം കത്തിക്കാറൊന്നുമില്ല, എന്നാലും ഞാൻ ഇടയ്ക്ക് കത്തിക്കും കേട്ടോ. അങ്ങനെ അടുപ്പല്ലേ വെറുതെ ഇട്ടേക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് ഇടയ്ക്കൊരു മൂഡ് വരുമ്പോൾ അവിടെ കത്തിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ മഴയായിട്ട് വിറകൊക്കെ കുറവാണല്ലോ, പെട്ടെന്ന് കത്തണ വിറക് വേണം. അപ്പോൾ ഇനി ഇതിനകത്ത് അടുപ്പിനകത്തുണ്ടായ ചാരവും അതെല്ലാം ഞാൻ വാരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കത്തിക്കണതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ചാരം കിടക്കും അടുപ്പിൽ, എപ്പോഴൊന്നും കത്തിക്കാറില്ല. പിന്നെ അതാ ഇതുപോലെ തന്നെ ആ മുകളിൽ നിന്ന് ഇറങ്ങിയ ചെളിയെല്ലാം താഴെയായിട്ടുണ്ട്. അവിടെയും നന്നായിട്ട് സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി അവിടെ നിന്ന് തുടച്ച് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ അവിടെയും നല്ല ക്ലീനായിട്ട് കിട്ടും. അപ്പോൾ ഇന്നലെ ഇതുപോലെ എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ കറികളൊക്കെ ആണ് ഇന്ന് ഉച്ചയ്ക്ക് ചെയ്തേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ അതൊക്കെ നടന്നു പോകേണ്ട. അപ്പുറത്ത് ഗ്യാസ് അടുപ്പിൽ ഞാനിത് ചെയ്യുന്നുണ്ട്, ചോറും കറിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാത്തതാണ്, ഒരുപാട് ലെങ്തി ആയി പോയാൽ കൊള്ളില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തുടച്ച് എടുത്തോണ്ടാൽ മതി. ഇതിനിടയ്ക്ക് നമ്മുടെ അരിയൊക്കെ കൊണ്ടുപോയി പൊടിക്കാനൊക്കെ മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മോൻ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ക്ലീനിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ തന്നെ റേഡിയോയും കേട്ടുകൊണ്ടുള്ള ക്ലീനിങ് ആട്ടോ. അപ്പോൾ ഇപ്പോൾ റേഡിയോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതിനകത്ത് ഇന്ന് പുകവലീനെ പറ്റിയാട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പെടുത്ത് ഇങ്ങോട്ടേക്ക് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് സന്തോഷമായിട്ട് കുക്കിംഗ് ചെയ്യാം. പിന്നെ ഇന്നിനി ഇതിലൊന്നും കുക്ക് ചെയ്യാൻ തോന്നില്ല കേട്ടോ, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ. പിന്നെ ഇനി നാളെയാണ് ഇവിടെ കുക്കിംഗ് ഒക്കെ തുടങ്ങുള്ളൂ. അപ്പോൾ ഈ പുകവലീനെ പറ്റി പറയുമ്പോഴേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഇപ്പോൾ കേട്ടതാണ്. അതായത് സ്ത്രീകൾക്ക് കൂടുതൽ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ ഉണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളുടെ കുഴപ്പം കൊണ്ട് മാത്രം വന്നതല്ല, വീട്ടിൽ പുകവലിക്കണ പുരുഷന്മാരുണ്ടെങ്കിൽ അവർ നിരന്തരം വലിച്ച് ഊതി വിടണ പുക ശ്വസിക്കണ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ കാണുന്നതെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പുക വലിക്കണ ആൾക്ക് മാത്രമല്ല, അത് ശ്വസിക്കണ ആളും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും. അപ്പോൾ പുകവലിക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അവർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാനെങ്കിലും നമ്മളെങ്കിലും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു മാങ്ങ, ആന്ധ്ര മാങ്ങ എന്ന് പറഞ്ഞ് കിട്ടിയ മാങ്ങയാണ്. ഞാൻ ഇങ്ങനെ വെറൈറ്റി മാങ്ങകൾ കാണുമ്പോൾ വാങ്ങി നോക്കൂട്ടോ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ മാങ്ങയാണ്, കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പുറം ഭാഗത്തിന് കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം.